നമ്മുടെ ബ്ലാക്ക് ലീഫിന്റെ റിസൾട്ട് നമ്മൾ ഇതൊക്കെ കണ്ടില്ലേ? ബ്ലാക്ക് ലീഫ് ഫ്ലവർ ഫുള്ള് തേനീച്ചാൾ ഫ്ലവർ കണ്ടില്ലേ? ഫുള്ള് തേനീച്ച ഇരുന്ന് കൊണ്ട്. അപ്പൊ ഇത് നല്ലൊരു കായ്പിടുത്തുള്ള വെറൈറ്റിയാണ് ബ്ലാക്ക് ലീഫ്. ഇപ്പൊ ഫുള്ള് ഫ്ലവറായി. ഈ 2 കൊല്ലം ആയി നിലത്തേക്ക് വെച്ച് കായ്ച്ചത്. ഇത് കവറിൽ വെച്ചത് കായ്ച്ചത്. നിലത്ത് വെക്കുമ്പോൾ കുറച്ചുകൂടി വലിയ മരവും. കവർക്ക് അതേ സാധനം ഇപ്പൊ നിലത്ത് കവറിൽ വെച്ചാണ് ഇപ്പൊ ഇത് കായ്ച്ചാണ്. ഇത് ഒറ്റ പൂവില്ലാതൊക്കെ ഇപ്പൊ നമ്മളൊക്കെ ഇപ്പൊ കായ്ച്ചാണ് ഇപ്പൊ ഇത്. ഇവിടെ ഇന്ന് കായ്ച്ചതാ. ഈ സൈഡത്തെ കറുത്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോ കാട്ടിക്കൊണ്ട് പ്രത്യേകത ഇപ്പൊ ഡേറ്റ് വേണം നോക്കും. ഇനിയിപ്പോ ഇത് നമ്മൾ അറുത്ത് കഴിഞ്ഞ പിറ്റത്തെ മാസം ഇപ്പൊ തന്നെ പൂവായിക്കാണ്ട് മാങ്ങാവുന്നത്. ഇത് കളർ മാറി വരുന്നുള്ളൂ, അറക്കാനായിട്ടില്ല. അസ്സലാമു അലൈക്കും, നമസ്കാരം. നമ്മുടെ ബ്ലാക്ക് ലീഫിന്റെ റിസൾട്ട് നമ്മൾ ഇതൊക്കെ കണ്ടില്ലേ? ബ്ലാക്ക് ലീഫ് ഫ്ലവർ ഫുള്ള് തേനീച്ചാൾ ഫ്ലവർ കണ്ടില്ലേ? ഫുള്ള് തേനീച്ച ഇരുന്ന് കൊണ്ട്. അപ്പൊ ഇത് നല്ലൊരു കായ്പിടുത്തുള്ള വെറൈറ്റിയാണ് ബ്ലാക്ക് ലീഫ്. ഇപ്പൊ ഫുള്ള് ഫ്ലവറായി. ഈ 2 കൊല്ലം ആയി നിലത്തേക്ക് വെച്ചോലത് ഒരു കവറിൽ വെച്ചോലത് കറക്റ്റ് 2 കൊല്ലം കൂടി കായ്ക്കും. നിലത്ത് വെച്ചോലുണ്ടെങ്കിൽ ഒരു 6 മാസം 1 കൊല്ലം കൂടി വെയിറ്റ് ചെയ്യണം, അപ്പോഴേ കായ്ക്കുള്ളൂ. അപ്പൊ ബ്ലാക്ക് ലീഫിന് ഇവിടെ ഫുള്ള് കാട്ടാം. അതൊക്കെ ബ്ലാക്ക് ലീഫ് നമുക്ക് കൊടുക്കാനുള്ള വലിയ വലിയ ബ്രാൻഡുകളാണ്. ആ ബ്രാൻഡൊക്കെ നമുക്ക് കൊടുക്കാനുള്ള കേട്ടോ. വലുത് എന്താ ഏതുവാണെങ്കിലും നമ്മൾ കൊടുക്കാനുള്ള. ബ്ലാക്ക് ലീഫ് പൊതുവെ ആൾക്കാർ പറയല്ലോ കായ്ക്കില്ല. അതെ, ബ്ലാക്ക് ലീഫ് നല്ല കായ്പിടുത്താണ്. ഫുള്ള് കണ്ടില്ലേ? ഫുള്ള് ഇതിപ്പോ ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാനുള്ള വലിയ വലിയ ബ്രാൻഡ്. ഇങ്ങനത്തെ എത്ര ബ്രാൻഡ് വേണമെങ്കിൽ 50 ബ്രാൻഡ് വേണമെങ്കിൽ ഓരോരുത്തർക്ക് തോട്ടത്തേക്ക് 50 100 ബ്രാൻഡ് വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വേണ്ട സാധനം ഉണ്ട്. അത് വ്യവസായ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ലാഭമുള്ള സാധനം കായ പിടിക്കുന്ന വെറൈറ്റിയാണത് ബ്ലാക്ക് ലീഫ്. ഈ ബ്ലാക്കിൽ നിന്ന് വേറെ ന്യൂബിസ്റ്റല് അല്ലെങ്കിൽ വേറെ പേരിൽ ഇറങ്ങിയിട്ട് അതൊന്നും ഇത്ര റിസൾട്ട് ആയിട്ടില്ല കേട്ടോ. നമ്മളത് ഗ്യാരണ്ടിയാണ്. ഇത് ഗ്യാരണ്ടിയാണ്. നമ്മളത് ഗ്യാരണ്ടിയാണ്. അതൊക്കെ ഏതെങ്കിലും ഫ്ലവർ നോക്കിയതാ, ഒക്കെ ആ ഫ്ലവർ കണ്ടില്ലേ? ഇത് എല്ലാത്തിനും ഫ്ലവർ തന്നെ അല്ലേ? എല്ലാം നിലത്ത് വെച്ച ബ്രാൻഡാണ് ഇപ്പൊ കണ്ടില്ലേ? അടിപൊളിയായിട്ട് കേട്ടോ. എല്ലാത്തിനും ഫ്ലവർ വന്നിട്ടുണ്ട് ഫുള്ള്. അപ്പൊ ഈ വലിയ ബ്രാൻഡ് വേണ്ടതൊക്കെ അതിനനുസരിച്ച് ഒരു റേറ്റ് ഉണ്ട്. ചെറുത് വേണ്ടതൊക്കെ നമുക്ക് 1000 രൂപ മുതൽ ചെറിയ ബ്രാൻഡ് ഉണ്ട്. സീഡ്ലെസ്സും ബ്ലാക്ക് ലീഫും മൾട്ടി അങ്ങനെ ആണെങ്കിൽ ഉണ്ട്. ഇപ്പൊ ഫ്ലവർ വന്നിട്ടുള്ളൂ. കായ എത്രത്തോളം ആണെന്നുള്ള നമുക്ക് ജസ്റ്റ് നോക്കണം. ഇപ്പൊ ഫസ്റ്റ് കായ്ക്കണേ. അപ്പൊ കായ്ക്കണ അതിന്റെ റിസൾട്ട് ഒക്കെ നമുക്ക് റിവ്യൂ ഒക്കെ പറയാന്ന് വെച്ചാൽ 100% ഓക്കെയാണ്. എത്ര വില? ഇത് 12 രൂപയൊക്കെയാണ്. 12,000 രൂപ. ഇങ്ങനെ ഫ്ലവർ ഒക്കെ വന്നിട്ട് 12,000. ഈ ഫ്ലവർ വന്നത് ഈ സൈസോ അല്ലേ? ഈ സൈസും ഈ വണ്ണം തന്നെ 30 കവർ വെച്ച് നല്ല സെറ്റപ്പ് സാധനം. ഇതിനെ കുറച്ച് കവർ കുറച്ച് കുറഞ്ഞ് 4, 3 ഒക്കെ ഉണ്ട്. അത് കുറച്ചുകൂടി ചെറുതായിരിക്കും. അതെ, ബ്രാൻഡ് ചെറുതാണ്. 1000 രൂപേന്റെ ഉണ്ട്. നല്ല ബ്രാൻഡാണ്. 1000 രൂപ ഉള്ളൂ. ഈ കാണുന്ന കായ ഇതൊക്കെ ഏകദേശം ഒരു വർഷം 2 വർഷത്തിനുള്ളിൽ ആകുമായിരിക്കും അല്ലെ? നിലത്തേക്ക് വെക്കുകയാണെങ്കിൽ 3 കൊല്ലവും 2.5 കൊല്ലം. കവറിലാവുമ്പോ 2 കൊല്ലം. ഇതേപോലെ കവറിലാണെങ്കിൽ 2 വർഷം കൊണ്ട്. പിന്നെ നമ്മള് വൈറ്റ് ലോങ്ങനൊക്കെ നമ്മളെ നല്ല സൈസ് പറ്റ ചെറിയ ലോങ്ങനൊക്കെ വെക്കുമ്പോ എന്താ വെച്ചാല് ഈ അടിയായി ഈ വണ്ണം കുറയും. ഒരു 50 രൂപ 100 രൂപ ലാഭം നോക്കുമ്പോത്തിന് ഈ ചെടി മൊരടിച്ച് ഇങ്ങനെ വരിക. കാരണം ആ സ്ഥാനത്ത് 900 850 900 സാധനം വെച്ചാല് ചെടി പെട്ടെന്ന് ആരോഗ്യത്തിൽ ഒന്ന് വലുതാവും. കാരണം ആരോഗ്യം കിട്ടും. അടിയത്തെ റൂട്ട് സ്റ്റോക്ക് വണ്ണം കൂടിയനുസരിച്ചുള്ള മാറ്റം വരും. പിന്നെ ഇപ്പൊ നമുക്ക് ഇവിടെ ഇപ്പൊ പുതിയത് കാട്ടുകൾ വിയറ്റ്നാമിന്റെ സ്മെല്ല് വിയറ്റ്നാം പൊയ്ത്തിടില്ല. ജന്തുക്കൾ കൊത്തി ഇതാക്കിക്കണ്. നമുക്ക് കൊത്തിക്കണ നമുക്ക് ഏതായാലേ ഇതിലൊക്കെ ഉണ്ടല്ലോ കായ ഒന്നുണ്ടല്ലോ. വിയറ്റ്നാം അല്ല ഏത് വിയറ്റ്നാം ഒരു കൊല്ലം കഴിഞ്ഞാലും കായ്ച്ചു. 100 രൂപ തൈ വെച്ചാലും ഒരു കൊല്ലം. ആ 100 രൂപ ഇപ്പൊ 150 വിൽക്കണോലുണ്ട്, 200 വിൽക്കണോലുണ്ട്. നമുക്ക് 100 രൂപ തൈ വെച്ചാലും ഒരു കൊല്ലം കൊണ്ട് കായ്ക്കും. അതിലെ കുറച്ച് വലുത് 300 ഒക്കെ 6 മാസം ആയിരിക്കും. 800 ആണെങ്കിൽ ഈ വർഷം ഈ ഒരു 1-2 മാസം കൊണ്ട് ചക്ക ആവും. അങ്ങനെ ചില മാറ്റങ്ങളാണ്. നമ്മളുടെ നിലത്ത് വെച്ചിട്ട് ഓരോരുത്തർ പറഞ്ഞ് കായ്ച്ചു എന്നുള്ള സംശയം പറഞ്ഞ വിയറ്റ്നാം മൾട്ടൊക്കെ ഉണ്ടോ? കായ്ച്ചു കായുള്ളതൊക്കെ. അതായത് ഇപ്പൊ വിയറ്റ്നാം മൾട്ടോ യെല്ലോ മൾട്ടോ ഒക്കെ ഇതാ നമ്മളാ 350 300 വിറ്റിന്റെ സാധനം നമ്മൾ കവർ മാറ്റി വെച്ചാണിത്. അത് നിലത്ത് വെച്ച് കായ്ച്ചത്, ഇത് കവറിൽ വെച്ചത് കായ്ച്ചത്. നിലത്ത് വെക്കുമ്പോ കുറച്ചുകൂടി വലിയ മരവും. കവർക്ക് അതേ സാധനം ഇപ്പൊ നിലത്ത് കവറിൽ വെച്ചാണ് ഇപ്പൊ ഇത് കായ്ച്ചാണ്. ഇത് ഒറ്റ പൂവില്ലാതൊക്കെ ഇപ്പൊ നമ്മളൊക്കെ ഇപ്പൊ കായ്ച്ചാണ് ഇപ്പൊ ഇത്. ഇവിടെ ഇന്ന് കായ്ച്ചതാ ഈ സാധനങ്ങളൊക്കെ. അതിക്കിപ്പോ നമുക്ക് ഇതൊക്കെ നമ്മളെ ഇവിടെ കുറച്ച് ഉള്ള ഇതാണ് നമ്മളെ ക്രീപ്പർ ലോങ്ങനാണ് ഈ ഏരിയ. ക്രീപ്പർ ലോങ്ങൻ, 4 സീസൺ, ഇത് നമ്മള് വിയറ്റ്നാം മൾട്ട, ഇന്ത്യ മുസംബി. ഇതവിടെ ചെറിയ പ്ലാന്റ് വേണ്ടവർക്ക്
ചെറിയ ബ്രാൻഡ് 150 250 എന്റെ ബ്രാൻഡുകള് നമ്മളിപ്പോ കാണിച്ച പ്ലാന്റ് അതിന്റെ ബ്രാൻഡ് അതിന് ചെറുത്. 150 250 എന്റെ ബ്രാൻഡ് ഇതൊക്കെ അതായത് വിയറ്റ്നാമും ഇന്ത്യനും. പിന്നെ അതിന്റെ കുറച്ച് പൂട്ട വലുത് കുറച്ചുകൂടി വലുതുമാണ് ഇതവിടെ എന്താ ഉണ്ടല്ലേ. ഇത് എത്ര രൂപ? ഇതാകുമ്പോ നമ്മള് 700 നോക്കേണ്ട ഒരു ഓഫറിൽ 500 ഇട്ട് കൊടുക്കാം. 500 കൊടുക്കാം. ആ ആൾക്കാർ കൊണ്ടോട്ടെ ചെയ്ത് എല്ലാരും കൊണ്ടേ വെക്കട്ടെ. ഇത് പെട്ടെന്ന് റിസൾട്ട് വരില്ലേ? ഒരു കൊല്ലം കൊണ്ടൊക്കെ വരില്ലേ? ഒരു കൊല്ലം വേണ്ട. ചെല്ലിനൊക്കെ പൂവും കായെല്ലാം ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ പൂട്ട് ഇങ്ങനെ ഇതിങ്ങനെ എടുത്ത് കൊണ്ടുപോയതാണ്. നല്ല തെളിച്ചുള്ള ലീഫൊക്കെ കായലില് ഇങ്ങനെ അടിപൊളി ചെടി തന്നെയാണ് ഇത്. അതാണ് നമ്മളെ ലീഫിൻ ലോങ്ങൻ കുറച്ച് വില ഉണ്ട്. ഇതൊക്കെ 4 റുപ്യ. നല്ല ബുഷായി ബ്രാൻഡ് ഒക്കെ 4 റുപ്യ. ഇതിന് പ്രത്യേകത എന്താ? ലീഫിംഗ് ലോങ്ങൻ സീഡ്ലെസ് ആണ്. സീഡ്ലെസ് ആണ്. കുരില്ലാത്താണ്. ചെടി തന്നെ കണ്ടില്ല. എല്ലാം ലീഫ് തന്നെ ഉണ്ടല്ലോ. നല്ല അടിപൊളി ഇതല്ലേ. 4000 രൂപ വില വരുന്നത്? 4 റുപ്യ. നമ്മൾ മറ്റേ 1/2 മീറ്റർ വരും പറഞ്ഞ പപ്പായ നമ്മളെ ഇത് 1/2 മീറ്റർ ഒന്നും വന്നിട്ടില്ല. നീളം വന്നിട്ടില്ല. വരാണ്ട് നീളം അതിഞ്ഞ് വരുന്നുള്ള ഈ സൈഡത്തെ കറുത്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോ കാട്ടിക്കൊണ്ട് പ്രത്യേകത ഡേറ്റ് വേണ്ടി നോക്കും. ഇനിയിപ്പോ ഇത് നമ്മൾ അറുത്ത് കഴിഞ്ഞ പിറ്റേ മാസം ഇപ്പൊ തന്നെ പൂവായിക്കാണ്ട് മാങ്ങാവുന്നത്. അല്ലാതെ കാറ് മാറി വരുന്നുള്ളൂ. അറക്കാനായിട്ടില്ല. പഴുത്ത് വരുന്നുള്ളൂ. ഇത് തന്നെ ചെറുത് നമ്മൾ 200 റുപ്യ വെച്ച് നമ്മളെ പെരിയിൽ അറച്ച് കായാണ്.